ജബാലിയയിലെയും ഖാൻ യൂനീസിലെയും ഷെൽട്ടറുകളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള ഇസ്മൈൽ ബഗായി രംഗത്ത് വരികയുണ്ടായി. മാത്രമല്ല, ഈ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഇസ്രായേൽ ഭരണകൂടം അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെയും അതുപോലെ മാനുഷിക തത്വങ്ങളെയും അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനം എന്നായിരുന്നു ബഗായി കൂടുതലും വിശേഷിപ്പിച്ച കാര്യമെന്നത്. വംശഹത്യ തടയുന്നതിനും മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെയും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം അദ്ദേഹം കാര്യമായ രീതിയിൽ എടുത്തു പറയുകയും ചെയ്തു. അദ്ദേഹം ആവശ്യപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം യുദ്ധക്കുറ്റങ്ങൾ, വംശഹത്യ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിലും അതുപോലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെയും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നുമാണ്. പാലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോട് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രിമിനൽ ആക്രമണങ്ങൾ ഉടനടി ഇല്ലാതാക്കണം, അത് തടയുകയും ചെയ്യണം. അതുപോലെ ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും വേഗത്തിൽ എത്തിക്കുന്നതിനും ഭരണകൂടത്തിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹവും പ്രാദേശിക രാജ്യങ്ങളും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യവും വക്താവ് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗാസയിലെ വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഖത്തർ തലസ്ഥാനമായി ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാനായി വൈറ്റ് ഹൗസിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അടക്കമുള്ളവർ വരികയും ചെയ്തിരുന്നു. ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി അവസാനിച്ചതിനു ശേഷം റമദാൻ, പെസഹ തുടങ്ങിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന നടപടിയായിരുന്നു ഇസ്രായേൽ പ്രധാനമായിട്ടും കൈക്കൊണ്ടിരുന്നത്. ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് 25 ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കുകയും ചെയ്തു. 8 പേരുടെ മൃതദേഹങ്ങളും അവർ കൈമാറുകയുണ്ടായി. മറുവശത്ത് ഏകദേശം 1800 പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചിരുന്നു. 2 മാസത്തേക്ക് കൂടി വെടിനിർത്തൽ കരാർ നീട്ടുവാനാണ് കൂടുതലും അമേരിക്കയും ഇസ്രയേലും താൽപര്യപ്പെട്ടിരുന്നത്. ദോഹയിൽ ചർച്ച നടക്കുമ്പോഴും ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രയേൽ തുടരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ട കരാറിന്റെ കാലാവധി അവസാനിച്ച ശേഷമായിരുന്നു ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഉണ്ടായതും. ഇതിനെ തുടർന്ന് രൂക്ഷമായ ക്ഷാമമാണ് ഗാസയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിലേക്കുള്ള വൈദ്യുതി ഇസ്രായേൽ പൂർണ്ണമായി വിച്ഛേദിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധമാണ് നടക്കുന്നതെന്ന് UN വക്താവും വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു. ഇസ്രായേൽ സർക്കാർ ഗാസയിലേക്ക് ഒരു ട്രക്ക് പോലും കടത്തിവിടുന്നില്ലെന്ന് UN വക്താവും വെളിപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കുന്നതിനും അതുപോലെ പട്ടിണി കിടന്ന് മരിക്കുന്നത് ഒഴിവാക്കാൻ സ്വമേധയാ പലായനം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും ഇതിലൂടെയെല്ലാം പ്രദേശം വാസയോഗ്യമല്ലാതാക്കുവാനും ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ അംഗങ്ങൾ ആദ്യമേ തന്നെ സമ്പൂർണ്ണമായൊരു ഉപരോധം വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥ ഫലത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഇസ്രായേൽ ഈ നയമായിരുന്നു ഗാസയ്ക്കുമേൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും. ഇസ്രായേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുന്നതിലൂടെ ശരിക്കും കടൽ ജലത്തിൽ നിന്നും ഉപ്പ് നീക്കം, കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഗാസയിലെ പ്ലാന്റുകളുടെ പ്രവർത്തനമായിരിക്കും യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നത്. ഇതിനെ തുടർന്നുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാത്ത സാഹചര്യമാണ് ശരിക്കും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഗാസ യുദ്ധകാലത്ത് സ്ത്രീകളും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ നടത്തിയതെന്ന് UN മനുഷ്യാവകാശ കൗൺസിലിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രായേൽ മാരകശേഷിയുള്ള ബോംബാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. കുട്ടികളും സ്ത്രീകളും വലിയ ക്രൂരതയും നേരിട്ടു. തടവുകാർ ബലാത്സംഗത്തിനും ഇരകളായെന്ന് UNHRC മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഇസ്രായേൽ പൂർണ്ണമായും തള്ളുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. തികച്ചും തെറ്റും അതുപോലെ അസംബന്ധവും നിറഞ്ഞ റിപ്പോർട്ടാണിതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. UN മനുഷ്യാവകാശ കൗൺസിൽ എന്നറിയപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സർക്കസ് സെമിറ്റിക് വിരുദ്ധവും അഴിമതി നിറഞ്ഞതും അതുപോലെ ശരിക്കും ഭീകരത പിന്തുണയ്ക്കുന്നതും അപ്രസക്തവുമായ ഒരു സംഘടനയാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചതാണെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹോളോകോസ്റ്റിന് ശേഷം ജൂതജനതയ്ക്കെതിരെ നടന്ന ഏറ്റവും മോശമായ കൂട്ടക്കൊലയിൽ ഹമാസ് ഭീകര സംഘടന നടത്തിയ യുദ്ധക്കുറ്റങ്ങളിലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതിന് പകരമായി ഗാസയിലെ ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യ സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന അസംബന്ധ അവകാശവാദങ്ങൾ ഉൾപ്പെടെ തെറ്റായ ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉന്നയിച്ചുകൊണ്ട് UN വീണ്ടും ഇസ്രായേൽ രാജ്യത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം തന്നെ ഗാസയിൽ ആക്രമണം വളരെയധികം ശക്തമാക്കുന്ന നടപടിയാണ് ഇസ്രായേൽ സേന കൈക്കൊള്ളുന്നത്. ഗാസയിലെ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെയുള്ള 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.
ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം കൂടുതലും നടന്നതെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം ആരോപിക്കുകയും ചെയ്തു. മാത്രമല്ല, ആക്രമണം വിപുലമായ രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നുകൊണ്ടാണ് സ്ഥലത്തെ സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും കൃത്യമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചതെന്നുമാണ് ഇസ്രായേൽ സൈന്യം ഇതിന് നൽകിയ വിശദീകരണമെന്നത്. ആക്രമണത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഓഫീസ് അംഗമായ ഇസ്മായിൽ ബർഹൂം എന്നയാൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആക്രമണത്തിൽ ബർഹൂം കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.